ഗള്ളിബിൾ എന്നൊരു വാക്ക് കേട്ടിട്ടുണ്ടോ? അതായത് ആര് പറഞ്ഞാലും വിശ്വസിക്കാതിരിക്കുന്ന ചിലരെ കുറിച്ചാട്ടോ അത്. അങ്ങനെയുള്ള മനുഷ്യരുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ജീവിതത്തിൽ പോസിറ്റീവും നെഗറ്റീവും പേഴ്സണാലിറ്റി ഉണ്ടെന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? അതിനകത്ത് വേറൊരു ഭാഗമാണ് ആര് പറഞ്ഞാലും വിശ്വസിക്കാതെ. നെഗറ്റീവ് വേണമെങ്കിൽ പറയാം, അതിനകത്ത് പോസിറ്റീവ് വശങ്ങളും ഉണ്ട് ഇല്ലേ? അങ്ങനെയുണ്ട്. നമ്മുടെ മനുഷ്യരുടെ സ്വഭാവങ്ങളെല്ലാം വ്യത്യസ്തമായിരിക്കും ഇല്ലേ? മനുഷ്യര് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളെ പോലെ ഒരാളില്ലാന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ശരി തന്നെയല്ലേ? നമ്മുടെ കൈവിരലുകൾക്ക് വ്യത്യാസം കാണും, കണ്ണിന് വ്യത്യാസമുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. നമ്മുടെ ഈ വിദേശത്തിനൊക്കെ പോകാൻ വേണ്ടി ചെക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണിന്റെ ഒക്കെ സ്കാൻ ചെയ്യുമ്പോഴും ഒക്കെ കണ്ണുകളെല്ലാം വെവ്വേറെ ആയിരിക്കും ഓരോരുത്തർക്കും എന്ന് പറയുന്നത്. ദൈവത്തിന്റെ ഒരു സൃഷ്ടി അപാരം തന്നെയല്ലേ? ഒരാളെ പോലെ ഒരാളില്ല. അതേപോലെ സീബ്രകളെ അങ്ങനെ അതിന്റെ ആ വരകൾ തമ്മിൽ വ്യത്യാസം ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പം നമ്മുടെ മനുഷ്യന്റെ സ്വഭാവത്തിലും വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. അതായത് മനുഷ്യൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരു സൈക്കോളജിക്കലായിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അതായത് ഈ മനുഷ്യന് സ്വയം വിശ്വാസമില്ലായ്ക, മറ്റുള്ളവരെ വിശ്വാസമില്ലായ്ക, സ്വയം വിശ്വാസമില്ല. നമ്മൾ വിശ്വാസമില്ലാത്തവരെ കുറിച്ച് കേട്ടിട്ടില്ലേ? അത് അവനെ തന്നെ വിശ്വാസമില്ലാത്ത ഒത്തിരി ആൾക്കാരുണ്ട്. അത് ഞാൻ ചെയ്യുന്ന തെറ്റാണോ, ഞാൻ അങ്ങനെ പോയാൽ ഞാൻ വിജയിക്കുമോ, എനിക്കിത് പറ്റുമോ എന്നിങ്ങനെ തോന്നി എല്ലാ കാര്യങ്ങളും ഒരു കാര്യം ചെയ്യാനോ അവർ സ്വയം മുന്നോട്ടിറങ്ങില്ല. അവരെ മറ്റുള്ളവരുടെ കൂടെ ചെയ്യാൻ അവർക്ക് ഭയങ്കര ഉത്സാഹമായിരിക്കും. പാട്ട് പാടുവാണെങ്കിലും എല്ലാവരുടെയും കൂടി പാട്ട് പാടാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. എന്ത് ബിസിനസ് ചെയ്യുകയാണെങ്കിലും ആരെങ്കിലും കൂടെ ഉണ്ടെങ്കിൽ അവർ ചെയ്യാൻ പറ്റും ഇല്ലേ? എവിടെയെങ്കിലും പോവുകയാണെങ്കിലും തന്നെ പോകില്ല, മറ്റുള്ളവരും കൂടെ വേണം. അങ്ങനെയുള്ള ഒത്തിരി പേരെ നമ്മൾ കണ്ടിട്ടില്ലേ? അങ്ങനെയുള്ള ഒരു കൂട്ടം ആൾക്കാരുണ്ട് ഇല്ലേ? അതേപോലെ ചിലരുണ്ട് മറ്റുള്ളവരെ എപ്പോഴും എന്തിനൊരു സംശയം കേട്ടോ അതിന്റെ പിന്നിലുള്ള ഈ സംശയരോഗം എന്ന് പറയുന്നത് കൂടിപ്പോയാൽ വലിയ സൈക്കോളജിസ്റ്റിന്റെ അടുത്തൊക്കെ കൊണ്ടുപോകേണ്ട വരും കേട്ടോ, സൈക്കാട്രിസ്റ്റിന്റെ അടുത്തൊക്കെ. ഇത് കുറഞ്ഞ് എനിക്കറിയാവുന്ന കാര്യങ്ങൾ, എനിക്ക് നമ്മുടെ ചുറ്റുവട്ടത്ത് നടക്കുന്ന ആൾക്കാരെ സംശയരോഗങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്, നമുക്കാണേലും ചില സമയം ചെറിയ സംശയങ്ങളൊക്കെ ചില സമയത്ത് തോന്നാറില്ലേ ഇല്ലേ? അങ്ങനെ ശരിയാണോ എന്നൊക്കെ ഇങ്ങനെ നമ്മൾ ചിന്തിക്കും. അതൊക്കെ പോകുന്ന ശരിയാണോ, ആ രീതിയിൽ പോയാൽ നമുക്ക് തെറ്റിപ്പോവോ, നമ്മൾ ചെയ്യുന്നത് ശരിയാണോ എന്നൊക്കെ നമ്മുടെ മനസ്സിലേക്ക് തന്നെ, ഉപബോധ മനസ്സ് തന്നെ ചോദിക്കുന്ന അവസരങ്ങളൊക്കെ ഉണ്ടാവില്ല. അങ്ങനത്തെയൊക്കെ സംശയങ്ങളുണ്ട്. അതേപോലെ തന്നെ ഇങ്ങനെയുള്ള സ്വന്തം സംശയം തോന്നുന്നവരെ അവരൊരു കാര്യവും ചെയ്യില്ല. വേണമെങ്കിൽ മടിയെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? ചെയ്താൽ പരാജയപ്പെടുക, പിന്നെ ആ സേഫ് സോണിൽ അങ്ങ് ഇരുന്നേക്കാം എന്ന് വിചാരിക്കുന്നവരായിരിക്കും ഇവർ. പിന്നെ ഒരു കൂട്ടരുണ്ട് മറ്റുള്ളവരെ സംശയിക്കുന്നവർ. അതാണ് ഭയങ്കര ഭീകരമായ സാധനം. അതുകൊണ്ട് ഒരു രക്ഷയില്ലാത്ത സാധനമാണ് എപ്പോഴും. അത് മാതാപിതാക്കളെ ആകാം, ഭാര്യ ഭർത്താവിനെ ആകാം, കുട്ടികളെ ആകാം, അയൽവക്കക്കാരെ ആകാം, എന്തിനു സംശയം. അതായത് മാതാപിതാക്കളാണെങ്കിൽ നല്ലത് ചെയ്തു കൊടുത്ത എല്ലാം മറന്നു പോകും. അച്ഛനും അമ്മയും ചെയ്തു കൊടുത്തേ അവരിൽ എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടോ എന്ന് ഇങ്ങനെ ചൂഴി നോക്കണേ. എന്നെ ഇഷ്ടമല്ല, എന്നെയാണോ പറയണേ, അവരെന്ത് പറഞ്ഞാലും അത് എന്നെയാണോ എന്നൊരു ചിന്തയോട് കൂടിയിരിക്കണം. അവർ ചെയ്ത നല്ല വശങ്ങളെല്ലാം മറന്നു പോയിട്ടിരിക്കുന്ന ഒരു കൂട്ടരുണ്ട് അല്ലേ? അവർക്ക് എപ്പോഴും ഇങ്ങനെ വിഷമമായിരിക്കും, മറ്റുള്ളവരെ എന്താ ചെയ്യുന്നത് എന്നിങ്ങനെ ഓർത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നവരായിരിക്കും. ഭാര്യ ഭർത്താക്കന്മാർ അതിലേറെ പ്രശ്നം. ഭാര്യനെ സംശയം, ഭർത്താവിനെ സംശയം. ചില ഭർത്താക്കന്മാർ പർദ്ദയിട്ട് ഭാര്യമാരുടെ പുറകെ പോകുന്ന ഭർത്താക്കന്മാരും ഉണ്ട് അല്ലേ? ഭാര്യമാരുണ്ട് ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് എങ്ങാനും ഒരു പിന്നോ, സേഫ്റ്റി പിന്നോ അല്ലെങ്കിൽ ഒരു സ്ലൈഡോ എന്തെങ്കിലും ഒരു സാധനം ഭർത്താവിൻ്റെ കയ്യിലിരുന്നിട്ടുണ്ടെങ്കിൽ അതിന് വഴക്കുണ്ടാക്കണം. അല്ലെങ്കിൽ ഭാര്യമാർ ചില ഭർത്താക്കന്മാർ ഷർട്ടുകൾ മണത്തു പോകുന്ന ഭാര്യമാരും ഒക്കെ ഉണ്ട് കേട്ടോ. അയ്യോ, അതൊക്കെ ഭയങ്കര കൂടിപ്പോണ അസുഖങ്ങളാണ് ഇതൊക്കെ കേട്ടോ. അതേപോലെ എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ട് കിടക്കുക, ഭർത്താവിൻ്റെ ഫോൺ എടുത്ത് ചെക്ക് ചെയ്യുക, ഇമെയിൽ ബ്ലോക്ക് ചെയ്ത് വെക്കുക. ഇങ്ങനെ ഒത്തിരി ചെയ്യുന്ന ഭാര്യമാരും ഉണ്ട്, ഭർത്താക്കന്മാരും ഉണ്ട് കേട്ടോ. രണ്ടു കൂട്ടരുമുണ്ട്. ഒരു രക്ഷയില്ലാത്ത സൈസ്. അപ്പം അതും ഒരു രോഗമായിട്ട് മാറുന്ന അവസ്ഥയിലേക്കാണ് വരുന്നത് ഇല്ലേ? പിന്നെയുള്ളത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സംശയിക്കുന്ന ഭാര്യമാരുണ്ടല്ലോ. ഭർത്താവ് ഇറങ്ങിക്കഴിഞ്ഞ് പുറകെ യാത്രയായി ഇറങ്ങി പോകുന്ന ഭാര്യമാരുണ്ട്. എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഭാര്യമാർ പോകുന്ന വഴിയും പോകുന്ന ഭർത്താക്കന്മാരും ഉണ്ട് കേട്ടോ. എന്തിനിങ്ങനെ നടക്കണമെന്ന്. അതേപോലെ നമ്മൾ ഒരാളുടെ അനുവാദം ഇല്ലാണ്ട് അയാളുടെ മൊബൈൽ ഫോണൊന്നും എടുത്ത് ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് വിശ്വാസമല്ലേ വലുത്. വിശ്വാസം തെറ്റിയെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായ മാർഗത്തിൽ, അതായത് നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. നമ്മളോട് സ്നേഹം കുറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ഒരു പരിഗണന നൽകാതെ നമ്മളെപ്പോഴും അവോയ്ഡ് ചെയ്യുന്ന രീതി തോന്നുവാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഭർത്താവിന് എന്തോ പ്രശ്നം വന്നിട്ടുണ്ട്. അത് ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. പിന്നെ ഇത് കൂടി പോയെങ്കിൽ നിയമപരമായിട്ട് നേരിടുക.
അപ്പം നമുക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റും. അല്ലാണ്ട് ഇങ്ങനെയുള്ളതിനൊക്കെ എടുത്ത് തലയിൽ വെച്ചോണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഭ്രാന്ത് പിടിക്കും കേട്ടോ. അങ്ങനെ ഒരു കുഴപ്പവും കൂടെ ഉണ്ട്. ഒത്തിരി ആയിക്കഴിഞ്ഞാൽ അധികമായാൽ അമൃതും വിഷം എന്ന് പറയും പോലെയാണ്. അപ്പം അങ്ങനെയുള്ളത് നോക്കുക. പിന്നെ ചുറ്റുപാടുള്ളവരെ എല്ലാവരും എനിക്ക് നെഗറ്റീവാണ് പറഞ്ഞേനെ, അല്ലെങ്കിൽ എൻ്റെ കാര്യത്തിൽ എല്ലാവരും എനിക്ക് അപ്പടി സംശയം. ചുറ്റുപാടുകൾ കാരണം ഞാൻ ഇങ്ങനെയായി പോയത്. എൻ്റെ അയലോകംകാർ ഞാൻ രക്ഷപ്പെടാൻ സഹായിക്കണില്ല, അവർക്ക് അസൂയ കുശുമ്പ, ഞാൻ രക്ഷപ്പെടണമെന്ന് അവർക്ക് ഇഷ്ടമല്ല, അങ്ങനെ എങ്ങനെയാണെന്നും പറഞ്ഞാൽ എൻ്റെ എപ്പോഴും അയലോകംകാരെ ആണെങ്കിലും മറ്റുള്ളവരെ ആണെങ്കിലും ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറേ പേരുണ്ട് അല്ലേ. അതായത് ഞാൻ രക്ഷപ്പെടാണ്ടിരിക്കാൻ അവനെ ഏതാണ്ട് പണ്ടൊക്കെ സിനിമയിലൊക്കെ കാണില്ലേ മുട്ടയ്ക്കകത്ത് കൂടോത്രം ചെയ്തെന്നൊക്കെ പറയാം. അതൊക്കെ ചുമ്മാ അന്ധവിശ്വാസമാണ്. അതൊക്കെ കാശ് മേടിച്ചുകൊണ്ടുപോകാൻ വേണ്ടി ആൾക്കാർ ചെയ്യുന്ന പരിപാടികളാണ്. അങ്ങനെയൊക്കെ മുട്ടയിൽ വെച്ചു, അല്ലെങ്കിൽ എൻ്റെ പറമ്പിൽ നിന്ന് പൈസ കിട്ടി, അതൊക്കെ കൂടോത്രം ചെയ്താന്ന് പറയും. കൂടോത്രം എന്ന് പറയുന്ന സാധനം എന്നാ നൂലും അറിയത്തില്ല, ഇങ്ങനെ ഉണ്ടോയെന്ന് പോലും അറിയത്തില്ല. ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളുടെ പുറകെ ഒന്നും പോകാതിരിക്കുക. ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ടുണ്ട്. അത് കുറേ കാശ് മേടിക്കാൻ കുറച്ച് പേരിങ്ങനെ ഇരിക്കുന്നതാണ് നമ്മൾ ചിന്തിച്ചാൽ മതി. അങ്ങനെ എപ്പോഴും എൻ്റെ വളർച്ചയ്ക്ക് കാരണം മറ്റുള്ളവരായി എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ, അതും തെറ്റായ കാര്യമാണ്. നമ്മുടെ വളർച്ചയ്ക്ക് കാരണം മറ്റുള്ളവരൊന്നുമില്ല, നമ്മൾ തന്നെ ഉദ്ദേശിച്ചാലേ നമ്മൾ വളരുകയുള്ളൂ. അല്ലാണ്ട് മറ്റുള്ളവർ വിചാരിച്ചാൽ നമ്മൾ തളരുകയോ ഇല്ല വളരുകയോ ഇല്ല. നമ്മൾ തീരുമാനിക്കണം എന്താ ചെയ്യേണ്ടതെന്ന്, ഇല്ലേ? അല്ലാണ്ട് നമ്മളിങ്ങനെ ഒരു വിശ്വാസം ഇല്ലാണ്ട് ജീവിച്ചിട്ടുണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള ഒരു ജീവിതം, ആരെയും വിശ്വാസമില്ല ഒന്നുമില്ലാണ്ട് എങ്ങനെ പിന്നെ നമ്മൾ ജീവിക്കും? നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവരെല്ലാവരും ഇങ്ങനെ ആ കണ്ണുകൊണ്ട് തന്നെ നോക്കിക്കൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചെയ്ത തെറ്റായിരിക്കും. ഒരാൾക്ക് വട്ടാന്ന് പറഞ്ഞിട്ട് അയാളെ തന്നെ നോക്കി നിരുന്നിട്ടുണ്ടെങ്കിൽ അയാൾ ചെയ്യുന്നതെല്ലാം ഈ വട്ട് പിടിച്ചവർ ചെയ്യും പോലെ ആയിരിക്കും, അല്ലേ? നമ്മൾ കേട്ടിട്ടുള്ളതല്ലേ അത്? അങ്ങനെ നമ്മൾ കേട്ടിട്ടില്ലേ? ഒരാളെ ഭ്രാന്താന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ കാണിക്കുന്നതെല്ലാം പിന്നെ ഭ്രാന്തന്മാരുടെ രീതിയായി പോകുന്ന നമ്മൾ ചിന്തിച്ചിട്ടില്ല. അയാൾ എടുക്കുന്നതും പെറുക്കുന്നതും ഒക്കെ പിന്നെ തെറ്റായിരിക്കും. അയാൾക്ക് ഒരു കുഴപ്പവും ഇല്ലാത്തവരായിരിക്കും. അങ്ങനെയും കുറേ ആൾക്കാരെ മെൻ്റലാക്കണവരുണ്ട് നമ്മുടെ നാട്ടിൽ, ഇല്ലേ? അപ്പം നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ശരിയാണോ നമ്മൾ അങ്ങനെ ചിന്തിക്കുക എന്നൊന്ന് ചിന്തിക്കുക. നമ്മൾ ഈ വിശ്വാസമില്ലാത്തക്കാർക്ക് വേറെ കുഴപ്പം കൂടെ ഉണ്ട്. അവരുടെ വീട്ടിൽ ജോലിക്ക് തന്നെ ഒരു വിശ്വാസക്കുറവുള്ളവരുണ്ട് ചിലർ. അങ്ങനെ അവിശ്വസിക്കേണ്ട കുറേ എല്ലാവരും തെറ്റുകാരൊന്നും ആയിരിക്കില്ല കേട്ടോ. അതായത് ചിലർ വീട്ടിൽ വരുമ്പം എത്രയോ വീടുകളിൽ ജോലിക്ക് വന്നവരുടെ കയ്യിൽ താക്കോല് ഏൽപ്പിച്ചിട്ട് ജോലിക്ക് പോകുന്ന എത്രയോ വീട്ടുകാരുണ്ട്, അല്ലേ? എല്ലാവരും പോകും, വീട്ടിലുള്ള സർവ്വ സാധനം ഇട്ടെറിഞ്ഞിട്ടില്ല വേലക്കാരെ ഏൽപ്പിച്ചിട്ട് പോകുന്നത്. അങ്ങനെ എത്രയോ വീടുകളുണ്ട്. പക്ഷെ അവരാരും അങ്ങനെയൊന്നും ചെയ്യാറില്ലല്ലോ. അപ്പം നമ്മളൊന്ന് ചിന്തിക്കണേ, എല്ലാവരും ആ തരക്കാരായിരിക്കും എന്ന് വിചാരിക്കുന്നത് തെറ്റാണ്. എല്ലാവരും മോശക്കാരായിരിക്കില്ല. അതേപോലെ വീട്ടിൽ വിലപിടിപ്പുള്ള സാധനങ്ങൾ ഒക്കെ നമ്മൾ സൂക്ഷിച്ചു വെക്കേണ്ട നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതെടുത്ത് സൂക്ഷിച്ചു വെക്കുക. അതല്ല മാറ്റി വാങ്ങാവുന്ന സാധനങ്ങളുണ്ടോ, അല്ലെങ്കിൽ എന്നാ പറയണേ, അത്യാവശ്യം വലിയ വിലയൊന്നുമില്ലാത്ത സാധനങ്ങൾ ഒക്കെ വീട്ടിൽ കിടന്നെന്ന് പറഞ്ഞാൽ ആരും എടുക്കുകയൊന്നുമില്ല. വിലപിടിപ്പുള്ളത് സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തപ്പെടുന്ന കാര്യം. അത് എവിടെയാണ് സൂക്ഷിക്കുന്നത് വെച്ചാൽ അതാത് സ്ഥലങ്ങളിൽ സൂക്ഷിച്ചു വെക്കുക. എന്നിട്ട് നമ്മുടെ വീട്ടിൽ ഒരാളെ ഏൽപ്പിച്ചിട്ട് പോയിട്ടുണ്ട്, ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. നമുക്കിപ്പോൾ ആരുടെ കയ്യിൽ വേണേലും നമുക്ക് താക്കോലോ ഒക്കെ ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുമല്ലോ, അല്ലേ? നമ്മുടെ അയലോക്കത്തൊക്കെ താക്കോലം ഏൽപ്പിച്ചിട്ട് പോകുന്ന എത്രയോ വീട്ടുകാരുണ്ട്. എല്ലാവരും വിശ്വാസം ഇല്ലാണ്ട് വന്നിട്ടുണ്ട് നമുക്ക് അങ്ങനെ ഏൽപ്പിക്കാൻ സാധിക്കുമോ? അതൊക്കെ ഒരു തെറ്റായ ചിന്താഗതിയാണ്. നമുക്ക് എല്ലാവരെയും എന്നോർത്തുകൊണ്ട് എല്ലാവരെയും വിശ്വസിക്കണമെന്നല്ല, നമുക്ക് അറിയാലോ, ഏകദേശം കണ്ടാൽ അറിയാലോ ഓരോരുത്തരുടെ നേച്ചർ എന്നാന്ന്. അപ്പം അതനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ ചെയ്യുക. അല്ലാണ്ട് എല്ലാവരെയും അവിശ്വസിക്കുന്നത് തെറ്റാണ്. ചിലർക്ക് മക്കളെയൊക്കെ ഭയങ്കര വിശ്വാസക്കുറവായിരിക്കും. മക്കൾ എതിലേ പോയാലും അവനതിന് പോയാൽ കഞ്ചാവ് അടിക്കുന്നതാണോ, അല്ലെങ്കിൽ മദ്യപിക്ക് പോകാം, സിഗരറ്റ് വലിക്കുവാം, ചീത്തപ്പൂട്ട് കെട്ടി, എന്തിനാ ഇങ്ങനെ അവിശ്വസിക്കുന്നത്? നമുക്ക് 100% ഉറപ്പുണ്ടെങ്കിൽ അവരങ്ങനെ പോവില്ല. നമ്മൾ പിന്നെ കാണിച്ചു കൊടുക്കണം. നമ്മൾ ഈ വിശ്വാസക്കുറവ് കൊണ്ടാണ് കാണിച്ചു കൊടുക്കണമെങ്കിൽ മക്കൾക്കും ഒരു വിശ്വാസക്കുറവ് നമ്മുടെ അടുത്തുണ്ടാവുകയും ചെയ്യും, ഇല്ലേ? നമ്മളങ്ങനെ കാണിക്കാൻ പോകരുത്. നമ്മൾ വിശ്വാസക്കുറവൊക്കെ അതൊക്കെ മാറ്റിയെടുക്കുക. അങ്ങനെ സംശയിക്കുന്ന ഒരു രോഗമായിട്ട് വേണമെങ്കിൽ കൂട്ടാം. അതല്ല, എന്തെങ്കിലും മനസ്സിനെ നിയന്ത്രിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ നിയന്ത്രിക്കുക മനസ്സിനെ. എല്ലാവരും മോശക്കാരൊന്നുമല്ല ഈ ലോകത്തുള്ളത്, അല്ലേ? എന്നോർത്തുകൊണ്ട് എല്ലാവരും നല്ലവരുമല്ല. അങ്ങനെ മാത്രം ചിന്തിച്ചാൽ മതി. എല്ലാവരെയും ഒറ്റയടിക്ക് അങ്ങോട്ട് ഒരേ രീതിയിൽ ചിന്തിക്കുന്നത് ഒരു മോശമായ സ്വഭാവമാണ് എനിക്ക് തോന്നുന്നത്. സംശയം തോന്നുന്ന ചിലർ നമ്മുടെ ചുറ്റുപാടും ഉണ്ടായിരിക്കും, അല്ലേ? അവരെ നമ്മൾ ചിലപ്പോൾ സംശയിക്കേണ്ടതായിട്ട് വരും. അതായത് ഇപ്പം ഒരു ഭാര്യയും ഭർത്താവും കൂടെ നല്ല സന്തോഷത്തോടെ റോഡിൽ കൂടെ നടന്നു പോകാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലർ പറയും കേട്ടോ, ആ ഭാര്യേനെ ഒന്ന് സൂക്ഷിച്ചാൽ, അയാളെ തന്നെ കിട്ടും പറയും, നിന്റെ ഭാര്യേനെ ഒന്ന് സൂക്ഷിച്ചാൽ കൊള്ളാട്ടോ എന്ന് വലിയ തമാശ രൂപേണയാണേലും പറയും. അത് ചിലപ്പോൾ ഒരു സംശയത്തിൻ്റെ വിത്ത്
ആ ഭർത്താവിന്റെ ഉള്ളിൽ വിതയ്ക്കുന്നതായിരിക്കും. ചില ഭാര്യമാരോട് ചിലരും പറയും, നിന്റെ ഭർത്താവിനെ ഒന്ന് സൂക്ഷിച്ചോട്ടോ, അയാൾക്കടെ ഇച്ചിരി ഇതുണ്ടോന്ന് എനിക്കൊരു സംശയമുണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞാൽ മതി, എന്തുണ്ടെന്ന് പോലും പറയണ്ട. അപ്പൊ ഭാര്യ ഓ ശരിയായിരിക്കും, എന്നെ അവരങ്ങനെ പറയാൻ കാരണം എന്തെങ്കിലും ഉള്ളതുകൊണ്ടാണല്ലോ എന്നിങ്ങനെ പറയാൻ കാരണം, ഓർക്കാൻ കാരണമാകും ഇല്ലേ. അപ്പം നമ്മുടെ മനസ്സിൽ ഉള്ളിന്റെ ഉള്ളിൽ ഒരു സംശയം രൂപപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ ചുറ്റുവട്ടത്തും ഉള്ളവർ എല്ലാവരും പറയണമെന്നും കേൾക്കരുത്. ചില ഞാൻ ഒരാളുടെ കഥ ഞാൻ പറയാം. ഒരു ജ്യോതിഷിന്റെ അടുത്തേ ഒരു ഭാര്യ പോയി, ഭർത്താവിന് ഭയങ്കര ചെലവാ, കയ്യിലെ പൈസ മുഴുവൻ നശിപ്പിക്കുക, എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചുകൊണ്ട് പോയപ്പോൾ ജ്യോതിഷൻ ഈ ഭാര്യയോട് പറഞ്ഞു കൊടുത്തു. അയാളുടെ നാളും പേരും ഒക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ജ്യോതിഷം പറയാണ്, അതുണ്ടല്ലോ ആ ഭർത്താവിന് വേറെ കാശ് കളയാൻ ഒത്തിരി മാർഗങ്ങളുണ്ട്, അയാൾ ഒരു ദുഷിച്ച സ്വഭാവക്കാരനാണ്, അയാൾ ഇനി അധികകാലം ഒന്നും ജീവിച്ചിരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഇവരോട് ഇങ്ങനെ പറഞ്ഞു. ഇവരുടെ ഭർത്താവിനെ കുറിച്ച് ഇവർക്ക് ഏകദേശം രൂപമുണ്ട്, ആകെ മൊത്തം ഉള്ളത് ഇയാളുടെ കൈ പൈസ നിൽക്കുന്നില്ല എന്നൊരു സംഭവം മാത്രമേ ഉള്ളൂ. വേറൊരു സ്വഭാവ ദൂഷ്യമൊന്നും ഇവരെ കുറിച്ച് കേട്ടിട്ടില്ല. ഇയാളെ കുറിച്ച് ഇവര് ഭയങ്കര ദാനധർമ്മിയാണ്, അങ്ങനെ കയ്യിലെ കാശ് മുഴുവൻ, ഇയാൾക്ക് പൈസയുള്ള വീട്ടിലാണ്, പക്ഷെ കാശെല്ലാം ഇങ്ങനെ ദൂർത്തടിച്ചു പോവുക. അപ്പം പിന്നെ ജ്യോതിഷൻ, അപ്പൊ ഇവര് പിന്നെയും ചോദിച്ചു കഴിഞ്ഞപ്പോൾ ജ്യോതിഷൻ പറഞ്ഞു അയാൾ അധികം കാലം ഒന്നും ജീവിച്ചിരിക്കില്ല എന്ന് പറഞ്ഞു. അയാൾക്കൊരു ജോലിയുള്ള മനുഷ്യരായിരുന്നു കേട്ടോ. അയാൾ മരിച്ചു കഴിയുമ്പോൾ പെൻഷൻ കാശ് ഒറ്റ പൈസ പോലും നിങ്ങൾക്ക് കിട്ടില്ല, ആ പൈസ മുഴുവൻ അയാൾ ചെലവാക്കി കളയും എന്നിങ്ങനെ പറഞ്ഞു. അത് നിങ്ങൾക്ക് കിട്ടാനേ സാധ്യല്ല, അയാൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെട്ടു പോയിക്കോളും എന്ന് പറഞ്ഞു. അയാൾ അത് കഴിഞ്ഞ് ഇപ്പം 3-4 വർഷം കൂടെ കഴിഞ്ഞുപോയി. അപ്പോൾ ആ ഭാര്യ പുറത്തു പറഞ്ഞ ആ കാര്യം കേട്ടോ, ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു എന്ന്. ഇങ്ങനെയുള്ളവരുടെ അടുത്ത് പോവാതിരിക്കുക. ഇങ്ങനെയുള്ളവരുടെ ചോദ്യങ്ങൾ, ഇങ്ങനെയുള്ളവരുടെ അടുത്ത് പോയി നിങ്ങൾ എന്തിനാ നിങ്ങളുടെ മനസ്സിനെ. ആ ഭാര്യ കുറേ വർഷങ്ങളോളം അയാൾ പെൻഷൻ പറ്റുന്നവരെ അല്ലെങ്കിൽ അതും കഴിഞ്ഞും ആ ഭാര്യ ഭയങ്കര മാനസിക വിഷമത്തിൽ കഴിഞ്ഞ ഒരവസ്ഥയുണ്ട്. ഇങ്ങനെയുള്ളതൊന്നും പറയാതിരിക്കുക. ഏത് ജ്യോതിഷനാണെങ്കിലും ഇങ്ങനെയുള്ളവരുടെ അടുത്ത് എന്തിനാ പോകുന്നതെന്ന് നമുക്കൊരു തലവരെയുണ്ട്, അതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ നടക്കുള്ളൂ ഇല്ലേ. അല്ലാണ്ട് ഏത് ജ്യോതിഷം പറഞ്ഞു ഇതിന് എതിർപ്പൊക്കെ ഉള്ളവരുണ്ടായിരിക്കാം, പക്ഷെ നമ്മൾ പോകുന്നവർ പോക്കൂ, പക്ഷെ ഇങ്ങനെയുള്ള അന്ധവിശ്വാസത്തിന്റെ അടുത്തേക്ക് പോകാതിരിക്കുക. അയാൾ മരിച്ചു പോകുമെന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ ഇപ്പം നല്ല ആരോഗ്യത്തോടു കൂടി എത്ര വർഷമായിട്ടിരിക്കുന്നത് എനിക്കറിയാവുന്ന ഒരാളാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തന്നെ. ശരിക്കും ഇങ്ങനെയുള്ളിടത്തൊന്നും പോയി അന്ധവിശ്വാസത്തിൽ പെടാണ്ടിരിക്കുക. അപ്പം ഇങ്ങനെയുള്ളവർ പറയുന്ന വിത്തുകളുണ്ടല്ലോ, നമ്മുടെ ഉള്ളിൽ എന്തോരം പാകണുണ്ട്, ഒരു സംശയത്തിന്റെ വിത്താ. നമ്മൾ പിന്നെ അയാളെ ഇങ്ങനെ നോക്കുന്ന ഒരു സംശയത്തിന്റെ കണ്ണിക്കോടെ ആയിരിക്കില്ലേ. അത് കഴിഞ്ഞപ്പോഴാണ്, വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ആ ഭാര്യ പറയുന്നത് ഇങ്ങനെ ഒരു ജ്യോതിഷം പറഞ്ഞായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട്. ശരിക്കും ദുഃഖകരമായ ആ ഭാര്യ എന്തോരം വിഷമിച്ച് കാണും അല്ലേ. ശരിക്കും അയാളുടെ ആ സംസാരം, ആ ജ്യോതിഷൻ അയാൾ എന്തുദ്ദേശിച്ചാ പറഞ്ഞതെങ്കിലും ആ ഭാര്യ എന്തോരം വിഷമിച്ചു. അവർക്ക് ഭയങ്കര വിഷമായിരുന്നു അവരുടെ, കാരണം അയാൾ മരിച്ചു പോകുമെന്ന് പറഞ്ഞാൽ ഒരാൾ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ ആ കുടുംബത്തിന്റെ അവസ്ഥയൊന്ന് ഓർത്തു നോക്കി. അപ്പം നമ്മളിങ്ങനെയുള്ള സംശയത്തിന്റെ വിത്തുകൾ മറ്റുള്ളവരുടെ ഉള്ളിലേക്ക് എറിയാതിരിക്കുക. അങ്ങനെ എറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താണേലും ഒരു കർമ്മഫലമായിട്ട് മറ്റുള്ളവർക്ക് തിരിച്ചു തന്നെ വരും ഇല്ലേ. ആ പറയുന്നവർക്ക് തന്നെ തിരിച്ചു വരുമെന്ന് എൻ്റെ വിശ്വാസം കേട്ടോ. കാരണം ഒരാളെ കുറിച്ച് അങ്ങനെ മോശമായിട്ട് പറയുകയും ഇങ്ങനെ ഒക്കെ സംസാരിക്കുകയും ചെയ്യുന്നത് എന്തൊരു അവസ്ഥയാണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. അങ്ങനെ പറയുന്നത് ശരിയാണോ? ഇനി വേറൊരു കാര്യമുണ്ട്, നമ്മൾ ഈ ചിലർക്ക് എന്തെങ്കിലും അസുഖമായിരിക്കുമ്പോൾ അവര് എന്നാണിക്കുന്ന പറയാം, സോഷ്യൽ മീഡിയയിൽ എടുത്ത് ഏതെങ്കിലും ഡോക്ടർമാരുടെ അടുത്ത് നോക്കും. എന്നിട്ട് ആ ഡോക്ടർമാര് ഈ അസുഖത്തിന് ഏകദേശം സാമ്യമുള്ളതിനെ കുറിച്ചൊക്കെ പറയും. അപ്പം അത് ഭയങ്കര വലിയ അസുഖമായിട്ടായിരിക്കും അതിനകത്ത് പറയുന്നത്, മീഡിയയിൽ കൂടെ പറയുന്നത്. അപ്പോൾ ഓർക്കും അയ്യോ എനിക്ക് ആ അസുഖമാണെന്ന് വിചാരിക്കും. അയ്യോ എനിക്കത് തന്നെയാട്ടോ, ആ ലക്ഷണങ്ങളെല്ലാം എനിക്കുണ്ട് കേട്ടോ എന്നും പറഞ്ഞാൽ അയാൾ കുറച്ച് പ്രതിവിധികൾ പറഞ്ഞു കൊടുക്കും. അതുപോലെ ഇവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. എന്നാൽ ഇവര് അതിനെല്ലാം ഗൂഗിളിൽ സെർച്ച് ചെയ്തെടുക്കും. എല്ലാം ശരിയാണെന്നൊന്നുമില്ല, ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കിട്ടുന്നതും കംപ്ലീറ്റ് അല്ലാന്ന് ശാസ്ത്രം തെളിയിച്ചേക്കണതാണ്. കുറച്ച് വിവരങ്ങൾ നമുക്ക് നല്ല കാര്യങ്ങളായിട്ട് കിട്ടും. അതായത് എന്തെങ്കിലുമൊക്കെ കാര്യത്തെക്കുറിച്ച്, പഴയ കാര്യങ്ങളെക്കുറിച്ച്, പുതിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിവുകളൊക്കെ അതിനകത്ത് വരുന്നത് ഒത്തിരി ശരിയൊന്നുമല്ല, കുറച്ചൊക്കെ ശരിയാണ്. അങ്ങനെയൊക്കെ സെർച്ച് ചെയ്തിട്ടും ചികിത്സിക്കണവരും ഉണ്ട്. ശരിക്കും നമ്മളുണ്ടല്ലോ അങ്ങനെയല്ല, നമുക്കറിയാവുന്ന, നമ്മൾക്ക് വിശ്വസ്തരായ ഏതെങ്കിലും ഡോക്ടർമാരോട് ചോദിക്കുക, നമുക്കറിയാവുന്നവരോട് ചോദിക്കുക. അതങ്ങനെയാണ് മനസ്സിലാക്കണ്ടേ. അല്ലാതെ ഇത് കേട്ടിട്ട് ഈ ഏതെങ്കിലും രോഗത്തിനെ കുറിച്ച് പറയണം, അത് എനിക്ക് ആ രോഗം ഉണ്ടെന്നും പറഞ്ഞോണ്ടേ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു വിത്ത് പാകിയിടാണ്ടിരിക്കുക. നമ്മൾ പിന്നെ ആ സംശയത്തിരിക്കുക, അയ്യോ എനിക്ക് ആ രോഗമാണോ, എനിക്ക് അങ്ങനെ ഉണ്ടൊരു രോഗം,
എൻ്റെ രോഗം പോലെ തന്നെയാണ് ഡോക്ടർ പറഞ്ഞ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം അങ്ങനെയുള്ള സംശയങ്ങളും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തു കളയുക. നമുക്ക് വിശ്വാസമുള്ളവരോട് ചോദിക്കുക, നമ്മുടെ ചുറ്റുപാടുകളിൽ വിശ്വാസമുള്ളവരോട് ചോദിക്കുക. അങ്ങനെയുള്ളവരോട് ചോദിച്ച് നമ്മൾ മനസ്സിലാക്കുക. ചിലപ്പോൾ ഒരു കാര്യമില്ലായിരിക്കും, ചുമ്മാ ടെൻഷൻ കൊണ്ടുണ്ടാകണമായിരിക്കും. ചുമ്മാ ഒരു നെഞ്ചുവേന ഒന്ന് അറ്റാക്കാന്ന് പറയുന്നവരാണ് നമ്മളല്ലേ. ചിലപ്പോൾ ഗ്യാസ് കയറിയതായിരിക്കും ഉള്ളിൻ്റെ ഉള്ളിൽ. അതിന് നമ്മൾ മരുന്ന് മേടിച്ച് കഴിച്ച ഒരു ഗ്യാസിൻ്റെ കഴിച്ചാൽ അല്ലെങ്കിൽ ഒരു വായുഗുളിക കഴിച്ചാൽ പോകുന്ന കേസിന് നമ്മൾ ചിലപ്പോൾ ആശുപത്രിയിൽ പോയി ECG എടുത്തു, അതെടുത്തു, ഇതെടുത്തു, പ്രഷർ ടെസ്റ്റ് ചെയ്തു, നമ്മളൊരു 10,000 രൂപയും കൊണ്ട് കൊടുത്തിട്ടേ നമ്മൾ തിരിച്ചു വരുള്ളൂ ഇല്ലേ. നമ്മളിങ്ങനെ സംശയിക്കാൻ പോകാതിരിക്കുക. നമ്മുടെ സംശയം എന്ന് പറയുന്ന ഒരു വല്ലാത്ത ഒരു ക്യാൻസറാണ് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള. അതുകൊണ്ട് നമ്മൾ സംശയിക്കുന്നതിന് മുമ്പ് ഒരു വട്ടവും കൂടെ ഒന്ന് ആലോചിക്കണം. ഇത് ശരിയാണോ, ചുമ്മാ തോന്നലല്ലേ എന്നിങ്ങനെ. അപ്പം നമുക്ക് മനസ്സിലാവും മിക്കതും തോന്നലുകൾ തന്നെയാണ്. മിക്ക ഭാര്യാഭർത്താക്കന്മാരെ അടിവെക്കുന്നതും തോന്നലാണ്, സംശയത്തിൻ്റെ പേരിൽ. അത് കുറച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ, ഒരു 35 വയസ്സ് കഴിയുമ്പോൾ തൊട്ട് ഭാര്യാഭർത്താക്കന്മാർക്ക് ഒരു ചെറിയ സംശയം. ആദ്യകാലത്തൊന്നും കുഴപ്പമില്ല, പിന്നെ അവസാന കാലത്തും കുഴപ്പമില്ല, പിന്നെ അങ്ങ് പൊക്കോളും. ഈ ഇടയ്ക്കുള്ള സമയമാണ് പൊന്നെ അടിയുടെ അവസ്ഥ തീരുന്ന സമയങ്ങൾ. സംശയമായി, പിന്നെ വീട്ടിൽ ഉത്തരവാദിത്വം ഇല്ല, വീട്ടിൽ കയറില്ല, വഴക്കായി, ഒരു റൂമിൽ കിടപ്പായി, മക്കളുടെ കാര്യം കട്ടപ്പോക, ഇങ്ങനെ നടക്കുന്നതാണ്. ഇതിലൊക്കെ ഒന്നോടെ ആലോചിക്കുക. ഇതിലൊക്കെ എന്തെങ്കിലും പൊരുത്തക്കേടുകൾ വരുന്നത് നമ്മുടെ ഭാഗത്തും ഉണ്ടോ, ശരിയാണോ സത്യമാണോ എന്ന് അന്വേഷിച്ചിട്ട് മാത്രം നമ്മളിങ്ങനെ സംശയരോഗം കൊണ്ട് നടക്കുന്നതായിരിക്കും നല്ലത് ഇല്ലേ. അപ്പം നിങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ ആരും അങ്ങനെ അനാവശ്യമായിട്ട് സംശയിക്കാൻ പോകാതിരിക്കുക കേട്ടോ. സംശയം എന്ന് പറയുന്നത് ഒരു വല്ലാത്ത ഒരു അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പം നമ്മൾ എല്ലാവരെയും ഒന്ന് വാച്ച് ചെയ്യുക. നമ്മുടെ മാതാപിതാക്കളെ ആണെങ്കിലും നമ്മളോട് സ്നേഹമുണ്ടോ എന്ന് വാച്ച് ചെയ്യുക. ഭാര്യേനെയും ഭർത്താവിനെയും വാച്ച് ചെയ്യുക. നമ്മളോട് സ്നേഹം കുറയുന്നുണ്ടോ, നമ്മളെ അവഗണിക്കുന്നുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ പറ്റും. അതല്ല നമ്മൾ തുറന്ന് സംസാരിക്കുക, അതൊക്കെ ചെയ്തു കഴിയുക. അല്ലാണ്ട് പിന്നെ ഇങ്ങനെ സംശയത്തിൻ്റെ വിത്ത് പാകണവരുടെ അടുത്ത് പോയി നമ്മൾ സജഷൻസ് ചോദിക്കാതിരിക്കുക. ഞാൻ പറഞ്ഞില്ലേ ഒരു കണിയാൻ മറ്റേ ജ്യോതിഷിയുടെ അടുത്ത് പോയ കഥയൊക്കെ, അങ്ങനെയുള്ളവരുടെ അടുത്ത് അത് ആ കുടുംബത്തെ തകർത്ത് കളഞ്ഞ സംഭവമാട്ടോ ഞാനീ പറഞ്ഞത്. ആ പുള്ളിക്കാരി ഒരു കഴിവുള്ള പെണ്ണായതുകൊണ്ട് അവരതിനകത്ത് വീണുപോയില്ല, അവരതിനെ തള്ളിക്കളഞ്ഞു. എന്നാലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇത്രയും വർഷമായിട്ട് കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ട് അവരുടെ ഉള്ളിൽ അയാൾ പെൻഷൻ പറ്റി കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് അവരിത് പുറം ലോകത്തേക്ക് പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ളവരൊന്നും വിശ്വസിക്കാതെ വിശ്വസ്തരായവരുടെ അടുത്ത് പോവുക. നമ്മൾ ചതിക്കില്ല എന്ന് തോന്നുന്ന വിശ്വസ്തരായവരുടെ അടുത്ത് നിങ്ങൾ പോവുക. അല്ലാതെ ചുമ്മാ ഇതിനകത്ത് സത്യാവസ്ഥ പറയുന്നവരുണ്ടായിരിക്കാം. ഞാനൊരു വീഡിയോ കേട്ടിട്ട് ഹരി പത്തനാപുരം എന്നൊക്കെ പറയുന്ന ഒരു പുള്ളിയൊക്കെ നല്ല സത്യസന്ധമായിട്ട് ഓരോ കാര്യങ്ങൾ പറയണത് കേട്ടിട്ടുണ്ട് കേട്ടോ. തെറ്റാന്ന് പുള്ളി തുറന്നടിച്ച് പറയുന്നത്. അങ്ങനെയൊക്കെ ഉള്ളവരെ നമുക്ക് അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടായിരിക്കാം. അങ്ങനെയുള്ളവരും ഉണ്ട്, നമ്മുടെ നാട്ടിൻപുറത്തും ഉണ്ടായിരിക്കാം. അങ്ങനെയുള്ളവരുടെ അടുത്ത്, അല്ലാതെ ഇങ്ങനെ അവിശ്വസിപ്പിക്കുന്നവരുടെ അടുത്തൊന്നും നിങ്ങൾ ആരും പോയി കൂടോത്രം ഇങ്ങനെയുള്ളതിൻ്റെ ഒന്നും പുറകെ പോകാതിരിക്കുക. അതങ്ങനെ ഒന്നും ഇല്ല, ഈ നാട്ടിൽ പോലും ഇല്ലാത്ത സാധനങ്ങളാണ്. ഒക്കെ അന്ധവിശ്വാസത്തിൻ്റെ പുറത്തുണ്ടാക്കുന്നതാണ്. ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ, ദൈവം എന്ന് പറയുന്നതേ ഉള്ളൂ. അത് ഈശോപ്പനാണേലും മാതാവാണേലും അള്ളാഹു ആണേലും ആരാണേലും കൃഷ്ണനാണേലും ഒക്കെ കേട്ടോ. അല്ലാണ്ട് ചുമ്മാ നമുക്ക് ദൈവം നമുക്ക് ദോഷം തരുത്തുന്നുണ്ടോ, അത് നമ്മളും ചിന്തിച്ചു നോക്കി. അതിൻ്റെ എന്തിനാ സംശയിക്കണം നമ്മൾ? ദൈവം ഏതെങ്കിലും ദൈവങ്ങൾ മനുഷ്യരെ ഉപദ്രവിക്കുന്നുണ്ടോ? മനുഷ്യരല്ലേ മനുഷ്യരെ ഉപദ്രവിക്കുന്നത്. നമ്മുടെ കഷ്ടപ്പാടും ദുരിതങ്ങളും വരുമ്പോൾ നമ്മൾ ദൈവത്തെയല്ലേ വഴിവാരം. അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നേ. ദൈവം എന്ന് പറയുന്നത് ആരും ഉപദ്രവിക്കുന്ന ഒരാളല്ല. അത് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. ദൈവം ഉപദ്രവിക്കാൻ തുടങ്ങിയാണെങ്കിൽ ഈ ലോകത്ത് ആരെങ്കിലും കാണുമോ ഇല്ലേ? അതൊക്കെ അങ്ങനെയൊക്കെ ഒന്ന് ചിന്തിച്ചാൽ യുക്തിക്ക് ചിന്തിക്കുക. എന്നിട്ട് അത് തന്നെയല്ല, ഈ വാരിക്കോരി പണം കൊടുത്തൊന്നും ദൈവത്തെ പ്രീതിപ്പെടുത്തേണ്ട കാര്യങ്ങളൊന്നുമില്ല. ദൈവത്തിനറിയാം നമ്മളെ ഇല്ലേ. അങ്ങനെ ഒരു വിശ്വാസം ഉള്ളവർക്ക് നമ്മളെ അറിയാമെന്ന് വിശ്വസിക്കുക, നമ്മുടെ സാഹചര്യങ്ങൾ അറിയാമെന്ന് വിശ്വസിക്കുക. നമ്മൾ ദൈവത്തിനോട് കാര്യങ്ങൾ പറയുക, അല്ലാണ്ട് എല്ലാം ഈ നാട്ടുകാരോടും വീട്ടുകാരോടും സ്വന്തക്കാരോടും പറയാണ്ടിരിക്കുക. അപ്പം നമ്മുടെ മനസ്സിനൊരാശ്വാസം കിട്ടും. അത് നമ്മുടെ മനസ്സിന് ദൈവം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനൊരു സാന്ത്വനയേകുന്ന ഒരു ആളായിട്ടുള്ളൊരു സങ്കല്പമാണ്. അതിനോട് പറയുമ്പോൾ നമുക്ക് മനസ്സിനൊരു ശാന്തി സമാധാനം ഒക്കെ കിട്ടും. നമുക്കൊരു ധൈര്യം കിട്ടും മുന്നോട്ട് പോകാൻ. തെറ്റുകൾ ചെയ്യാണ്ടിരിക്കാനൊരു ഉണർവ് കിട്ടും. നമ്മൾ ഒരു വഴിക്ക് പോകുമ്പോൾ ദൈവം ചോദിക്കും അല്ലെങ്കിൽ ദൈവം ഉണ്ട് എന്നൊരു വിശ്വാസത്തോട് പോകുമ്പോൾ നമ്മളൊരു തെറ്റിലേക്ക് ആവശ്യമില്ലാതെ പോവില്ല. അതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്.
അന്ധവിശ്വാസം അല്ല ഞാൻ പറഞ്ഞ ദൈവവിശ്വാസത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും നന്ദി.